ഈ പി സി ജോർജിനോട് എനിക്ക് തോന്നുന്നു പക വെച്ച് പുലർത്തുകയാണോ എന്ന് സംശയമുണ്ട്. ഈ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശം നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ ഇതേ സ്വരം കേരളത്തിൽ മറ്റു പലരിൽ നിന്നും നമ്മൾ കേട്ടതാണ്. പക്ഷെ പി സിയോട് മാത്രം ഇവരെന്തുകൊണ്ടാണ് ഇത്രത്തോളം ഈ ഒരു പക വെച്ച് പുലർത്തുന്നത്? അല്ല, പി സി മുസ്ലിം വിഭാഗത്തിൻ്റെ പ്രത്യേകിച്ച് SDP ഒരു വക്താവ് പോലെയാണ് ആദ്യം നിലകൊണ്ടിട്ടുള്ളത് ആദ്യകാലങ്ങളിൽ. അപ്പോൾ കഴിഞ്ഞ തവണ തോൽക്കുന്നതിന് മുമ്പ് നടന്ന ഇലക്ഷൻ 2016 ഇലക്ഷനിൽ അദ്ദേഹം വിജയിച്ചപ്പോൾ അദ്ദേഹം ആരുടെയും പിന്തുണയില്ല. അന്ന് ആരുടെയും പിന്തുണയില്ലെങ്കിലും SDP ഒക്കെ അദ്ദേഹത്തിനെ വലിയ തോതിൽ സപ്പോർട്ട് ചെയ്തിരുന്നു. ആ സപ്പോർട്ടിലാണ് അദ്ദേഹത്തിന് അങ്ങനെ ജയിച്ചു വരാൻ കഴിഞ്ഞത് എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ അത് പിക്ചറിൽ നിന്ന് മാറി പിന്നെ അദ്ദേഹം BJPയിലെത്തിയപ്പോൾ വളരെ കടുത്ത വാക്കുകളുമായിട്ട് മുസ്ലിങ്ങളെയും SDP സമീപിച്ചു എന്നുള്ളത് അവർക്ക് വളരെ മുറിവേറ്റിട്ടുണ്ട്. അപ്പോൾ അതിലാണ് അവർ ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തിനെ ഫോക്കസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ അത് കോടതിയിൽ വന്നപ്പോൾ അത് വളരെ ശക്തമായിട്ട് വാദിക്കുകയും ചെയ്തു അവർ എന്നുള്ളതാണ് സത്യം. പിന്നെ കോടതിയുടെ മുമ്പാകെ ഗവൺമെൻറ് ലീഡറായാലും അതുപോലെ തന്നെ ലീഗിൻ്റെ വക്കീലായാലും വെച്ച വാദങ്ങൾ വളരെ ശക്തമായിരുന്നു. പക്ഷേ പി സി ജോർജിൻ്റെ വക്കീൽ പ്രഗത്ഭനായിരുന്നെങ്കിലും ആ വാദങ്ങൾ ഇതൊക്കെ പിന്നെ ജാമ്യം കൊടുക്കാവുന്ന ഒരു കാര്യം മാത്രമല്ലേ ഉള്ളൂ. ശിക്ഷിച്ചാലും ഇത് 3 വർഷത്തിൽ താഴെയോ അല്ലെങ്കിൽ ഒക്കെ വരുന്ന ശിക്ഷയല്ലേ കൊടുക്കാനുള്ളൂ. 3-3.5 വർഷത്തെ ശിക്ഷയല്ലേ. അപ്പോൾ അത് വരുമ്പോൾ ജാമ്യം കിട്ടുമല്ലോ എന്നുള്ള രീതിയിലൊരു പ്രസൻറ്റേഷനും ഒക്കെ വന്നപ്പോൾ തീർച്ചയായിട്ടും ഹൈക്കോടതി അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു. പിന്നെ ഇത് സെക്കുലർ ഫാബ്രിക്സിനുള്ള ഒരു കടന്നുകയറ്റമാണെന്ന് സർക്കാരിൻ്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും വക്കീൽ അവിടെ പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ അത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വമാണ് സെക്കുലറിസം. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിധത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു വിഭാഗത്തിനെ, ഒരു സമുദായത്തിനെ മൊത്തം പറഞ്ഞു എന്നൊക്കെ ഉള്ളത് വളരെ പെരുപ്പിച്ച് കാണിച്ചും അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ അവർക്ക് അനുകൂലമാക്കുന്ന വിധത്തിൽ പറയാനും ഒക്കെ അവരുടെ വക്കീലിനും കഴിഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ വക്കീലിനും അതായത് ഗവൺമെൻറ് ലീഡർക്കും കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം. ഇത് കോടതിക്ക് വളരെ ബോധ്യമാവുകയും ചെയ്തു. പഴയ കഥകൾ മുഴുവൻ പഴയ കാലങ്ങളിൽ ഈ ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടുള്ളതും ഇനിയും ഇതൊന്നും ആവർത്തിക്കരുതെന്നും അത് കേൾക്കാതിരുന്നതും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ടും അദ്ദേഹത്തിന് വന്നു. പി സിയുടെ ഒരു ശൈലി നമുക്കറിയാമല്ലോ, ആവേശമാണ് അദ്ദേഹത്തിൻ്റെ ശൈലി. സ്റ്റേജിലെ പ്രസംഗമായാലും ചാനലിലിരുന്നാലും അദ്ദേഹം ആവേശമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഇത്. രണ്ടാമത്തെ കാര്യം പ്രിപ്പയർഡ് അല്ല. അദ്ദേഹം വരുമ്പോൾ അവിടെ എത്തുമ്പോൾ എതിരാളി എന്ത് പറയുന്നു അതിന് മറുപടി എന്നുള്ള രീതിയിലാണ് പലപ്പോഴും തുറന്നടിക്കുക. അല്ലാതെ ഞാൻ ഇന്നത് പറയണമെന്ന് പ്രിപ്പയർ ചെയ്ത് പലപ്പോഴും അദ്ദേഹം പോകാറില്ല എന്നുള്ളതാണ്. അപ്പോൾ വരുന്നതിന് മറുപടി അങ്ങോട്ട്. അപ്പോൾ ആ ശൈലിയാണ് അദ്ദേഹം പിന്തുടരുന്നത്. അപ്പോൾ അതിനകത്ത് ചില സമയങ്ങളിൽ അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ തർക്കുത്തരമായി പോകും. എന്നാലും അത് തർക്കുത്തരം വന്നാലും അദ്ദേഹത്തിന് പിടിച്ചിരിക്കാൻ കഴിയാറുണ്ട്. പക്ഷേ ഇത് വന്നു പോയത് ഒരു സമൂഹത്തിനെ ഒന്നാകെ അല്ലെങ്കിൽ ഒരു സമുദായത്തിനെ ഒന്നാകെ പറയുന്ന രീതിയിൽ വന്നപ്പോൾ അത് വലിയ സീരിയസ് ആയിട്ട് കോടതി അതിനെ എടുത്തു. കാരണം എത്രയോ മുസ്ലിം ജഡ്ജിമാരുണ്ട്, എത്രയോ മുസ്ലിം IAS ഓഫീസർമാരുണ്ട്, എത്രയോ മുസ്ലിം സെക്രട്ടറിമാർ, മറ്റ് പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് പറഞ്ഞു എന്നുള്ളത് സമർത്ഥിക്കാനായിട്ട് എതിർഭാഗം വക്കീലിന് നല്ലപോലെ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ കോടതിക്ക് അത് ബോധ്യമാവുകയും. ഇതിനകത്ത് ഇപ്പോൾ BJPയുടെ ആളാണല്ലോ പി സി ജോർജ്. അപ്പോൾ BJPയുടെ ഭാഗത്ത് നിന്ന് ഒരു രക്ഷയും കിട്ടാതാകുകയാണോ? ഇല്ല, BJPക്ക് ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പലപ്പോഴും നോക്കിയിട്ടുണ്ട്. ഹെയ്റ്റ് സ്പീച്ചുകൾ ഇന്ത്യയിൽ വർദ്ധിച്ചു വരികയാണ്. അതൊരു മതമല്ല, ഒരു ജാതിയല്ല, എല്ലാ വിഭാഗങ്ങളും ഇങ്ങനെ ഹെയ്റ്റ് സ്പീച്ച് നടത്തി വരുന്ന ഒരു ടെൻഡൻസി ഇപ്പോൾ വന്നിട്ടുണ്ട്. സിഖുകാർ തീവ്രമായിട്ട് പറയുന്നു, ഹിന്ദുക്കൾ തീവ്രമായിട്ട് പറയുന്നു, മുസ്ലിങ്ങൾ തീവ്രമായിട്ട് പറയുന്നു, ഇതിങ്ങനെ ക്രിസ്ത്യാനികളും തീവ്രമായിട്ട് പറയുന്ന ഒരുപാട് ഹെയ്റ്റ് സ്പീച്ചുകൾ നടക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു ഇതിൻ്റെ ഒരു സർവേ ഞാൻ കണ്ടത് 78% മൊത്തത്തിലുള്ള സ്പീച്ചിൻ്റെ 78% വേണമെങ്കിൽ ഹെയ്റ്റ് സ്പീച്ചായിട്ട് മാറ്റാവുന്നതാണ് ഇന്ത്യയിൽ ഈ അടുത്ത കാലങ്ങളിൽ നടക്കുന്ന സ്പീച്ചുകൾ. അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഒക്കെ പറയുന്നതിൽ ഹെയ്റ്റ് സ്പീച്ചിൻ്റെ അംശങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മുടെ
രാഷ്ട്രീയത്തിലും നമ്മുടെ സമുദായത്തിലും നമ്മുടെ സമൂഹത്തിലും വന്നിരിക്കുന്ന മാറ്റം ഭയങ്കരമാണെന്നുള്ളതാണ്. അവർ ആ മത പണ്ഡിതന്മാർ, മതമേലധ്യക്ഷന്മാരും ഒക്കെ പറയുന്നത്, ഇടത്തരക്കാരായ അവർ പറയുന്നത്, രാഷ്ട്രീയക്കാർ പറയുന്നത്, ഇത് ഏറ്റുപിടിച്ച് സാഹിത്യ നായകന്മാർ പറയുന്നത്, ഇങ്ങനെ ഒരു ഹെയ്റ്റ് സ്പീച്ച് ക്രൈസ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ പലപ്പോഴും ഈ ഹെയ്റ്റ് സ്പീച്ചുകൾ കൂടുതൽ ഹിന്ദുക്കളെയാണ് കോടതി കയറ്റുന്നത്. അതിന് കാരണം മുസ്ലിം സംഘടനകൾ അതിൽ വളരെ ജാഗരൂകരാണ്. അവരതിന് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതേസമയം ഹിന്ദു സംഘടനകൾ, ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ഉടനെ അടുത്ത ദിവസം അയാളെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കയറ്റാനും അടുത്ത ദിവസം കോടതി കയറ്റാനുമുള്ള നടപടികൾ ഹിന്ദു സംഘടനകൾ സ്വീകരിക്കാറില്ല. അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം അവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അങ്ങനെ വരാൻ വഴിയില്ല. നമ്മളെ വരുന്നതിനെ ഡിഫെൻഡ് ചെയ്യുന്നതല്ലാതെ എതിരായിട്ട് ആര് പറയുന്നു അതിനെ കൂടെ പിടിക്കാനുള്ള ഒരു സംവിധാനം മുസ്ലിം സമുദായത്തിലുള്ള പോലെ ഹിന്ദു സമുദായത്തിൽ ഇല്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഹെയ്റ്റ് സ്പീച്ചിൽ കൂടുതൽ കോടതി കയറിയിട്ടുള്ളത് ഹിന്ദുക്കളാണ്, മുസ്ലിങ്ങളല്ല. എന്നാൽ ഇത് തമ്മിലുള്ള അന്തരമൊക്കെ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും അത് തന്നെയാണ്. നമ്മുടെ ഒവൈസിയൊക്കെ അടിക്കുന്ന അടികൾ പല ലിമിറ്റുണ്ടാകും. ഇപ്പോൾ ഇവിടെ പി സി ജോർജിൻ്റെ കേസ് തന്നെ ഇത് കേരള പോലീസ് ഇതിനെ അങ്ങ് വരിഞ്ഞു മുറുക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നു. മുകളിൽ നിന്നുള്ള നിർദ്ദേശം പിന്നെ ഉണ്ടാകാം. കാരണം പിണറായിക്ക് നേരെ അതിശക്തമായിട്ട് പി സി ജോർജിൻ്റെ മകനാണ് രംഗത്ത് വന്നത്, പിണറായിയുടെ മകൾക്കെതിരെയൊക്കെ. ലാവ്ലിൻ കേസായാലും SFI കൊണ്ടുവന്നതായാലും മകളുടെ വിഷയം വഷളാക്കിയതായാലും ഒക്കെ അതിലൊക്കെ പി സി ജോർജിൻ്റെ മകന് വളരെ വലിയ പങ്കുണ്ട്. അതുമൊക്കെ ഒരുപക്ഷെ ഒരു അച്ഛനെതിരെ ഫോക്കസ് ചെയ്യാനുള്ളൊരു കാരണമായി ഉണ്ടാവണം. പക്ഷേ എന്നാൽ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടും അതുപോലുള്ള തീവ്രവാദ ശക്തികളൊക്കെ കാണിച്ചിട്ടുള്ള മറ്റ് മതവിധ്വംസക പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ഇവർ ഒരു അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പം നമുക്കറിയാം, ആലപ്പുഴയിലെ പോപ്പുലർ ഫ്രണ്ട് വിളിച്ച മുദ്രാവാക്യം അരിയും മലരും കുന്തിരിക്കവും കരുതിക്കവും, അത് കോടതി വരെ ഇടപെട്ടതാണ്. അപ്പോഴും അറസ്റ്റ് നടന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ മാത്രം വന്നപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംഘടിതമായിട്ട് മുസ്ലിം സംഘടനകൾ അത് വളരെ ഭംഗിയായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ആരാണ് മുസ്ലിമിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദിക്കുന്നത്, ഏത് സംഘടനയാണ്, വ്യക്തിയാണ്. അപ്പോൾ അവർ പറയുന്ന വാക്കുകളിൽ ഉണ്ടാകുന്ന പിഴവ്, പ്രവർത്തികളിലുണ്ടാകുന്ന പിഴവൊക്കെ അവർ കറക്റ്റായിട്ട് പിടിച്ചെടുത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കോടതിയിൽ എത്തിക്കുന്നു. കോടതിയിൽ നിന്ന് അത് വിധി ഉണ്ടാകുന്നത് വരെ അവർ ശക്തമായി നല്ല വക്കീലിനെ വെച്ചത് കേസ് നടത്തുന്നു. ഇതൊക്കെ ആണ് പലപ്പോഴും അവരുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള വിജയങ്ങൾ ഉണ്ടാകുന്നത്. ഈ 2020 ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് അതുകൊണ്ടാണ്. ഈ 2016 പി സി ജോർജിനെ നല്ല ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് പൂഞ്ഞാറിൽ നിന്ന് വിജയിപ്പിച്ചതിൻ്റെ പിന്നിലും ഈ SDPIക്കാരുടെയൊക്കെ പിന്തുണ വളരെയധികം ഉണ്ടല്ലോ. ഉണ്ട്. ഈ പൂഞ്ഞാറാക്കിയത് യഥാർത്ഥത്തിൽ പി സി ജോർജ് ആണെന്നുള്ളതാണ്. അതെ. അല്ല, അത് പറയുന്നുണ്ടല്ലോ. ഈ പോലീസ് സ്റ്റേഷൻ പൂഞ്ഞാറിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പോലീസ് സ്റ്റേഷനിലെ SI തന്നെയാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ 2 പ്രാവശ്യം വീട്ടിൽ ചെന്നത്. അവിടുത്തെ കോടതി, അവിടുത്തെ താലൂക്ക് ഓഫീസ് തുടങ്ങി അവിടെ വന്നിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഏതാണ്ട് 90% ഇലക്ട്രിസിറ്റിയുടെ ഓഫീസുകൾ പോലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് വന്നത്. അതിൻ്റെ പ്രവർത്തനം ഓരോ സ്ഥലത്തും റോഡുകൾ നിർമ്മിക്കുന്നതായാലും വൈദ്യുതി നൽകുന്നതിനായാലും വാട്ടർ സപ്ലൈ കൊടുക്കുന്നതിന് ഒക്കെ പി സി ജോർജ്, കാരണം 35 വർഷത്തെ ചരിത്രം കിടക്കില്ലേ. 35 വർഷമായിട്ട് MLA എന്നുള്ള രീതിയിൽ അദ്ദേഹം വെറും ഒരു കാടായി കിടന്ന പ്രദേശത്തെ അദ്ദേഹം ഒരു അർബൻ ടൗണാക്കി മാറ്റി. അത് അദ്ദേഹത്തിൻ്റെ നേട്ടമാണ്. അതിന് അദ്ദേഹം കാലാകാലങ്ങളിൽ മാറി അപ്പുറമൊക്കെ നിന്ന് പലരെയും പിന്തുണ നേടിയിട്ടുമുണ്ട്. ആ പിന്തുണയിൽ അവസാനം നേടിയതാണ് SDPIയുടെ സപ്പോർട്ട്. ആ സപ്പോർട്ടിനെ അഭിനന്ദിച്ചുകൊണ്ട് അവരുടെ SDPIയുടെ യോഗത്തിൽ അദ്ദേഹം പോയി പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ വന്ന മാറ്റത്തിൽ ഉള്ള പ്രകോപനമായിരിക്കണം ഇത് ഇത്ര രീതിയിൽ വഷളായത് എന്നാണ് ഞാൻ കരുതുന്നത്. അതെനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇതിത്തിരി പറഞ്ഞത് വളരെ ശക്തമായ ഭാഷയിലായിപ്പോയി എന്നുള്ളതാണ്. സംഘപരിവാറിൻ്റെ അടുക്കൽ നിന്ന് വരേണ്ടത് ഭാഷയേക്കാൾ അത് ശക്തമായിട്ട് നോവിക്കുന്നതായിപ്പോയി ഒരുപാട് പേര്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇന്ത്യയിലെ മുഴുവൻ ഒരു വിഭാഗത്തിനെ പറയുമ്പം ആ വിഭാഗത്തിലുള്ള ജഡ്ജി, ആ വിഭാഗത്തിലുള്ള IAS ഓഫീസർ, ആ വിഭാഗത്തിലുള്ള ചുമട്ടുതൊഴിലാളി, ആ വിഭാഗത്തിലുള്ള തൂപ്പുകാരൻ, ആ വിഭാഗം, ഇതെല്ലാവർക്കും അത് ഇങ്ങനെ കൊള്ളുന്നതായിട്ട് വരും. അതേപോലെ ആ പിക്ചർ കറക്റ്റായിട്ട് ഹൈക്കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അവരുടെ വക്കീലിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതേസമയം ഇതിനെ മറുത്ത് കൗണ്ടർ ചെയ്യുന്നതിലും ഒരുപാട് പരാധീനതകൾ വന്നിട്ടുണ്ട്.
ഇത് വെറുതെ ജാമ്യം കിട്ടാവുന്ന ഒരു കേസല്ലേ എന്നുള്ള രീതിയിൽ പോയപ്പോൾ കോടതിക്കും അത് ഒരു അലോരസമായിട്ട് തോന്നിയിട്ടുണ്ടാകും. കാരണം അങ്ങനെ ജാമ്യം കിട്ടാൻ ആർക്കും അങ്ങനെ ജാമ്യം കൊടുക്കാനല്ലല്ലോ കോടതി ഇവിടെ ഇരിക്കുന്നത്. ഇപ്പം നമ്മുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസിൽ തന്നെ ജാമ്യം കൊടുത്തതിൽ കോടതിക്ക് പിന്നീട് അമർഷം വരികയുണ്ടായി. കാരണം ജാമ്യം ഇതെൻ്റെ അവകാശമാണെന്നുള്ള രീതിയിൽ ചിലരെടുക്കാൻ തുടങ്ങി. അങ്ങനെ അവകാശമൊന്നും അല്ലത്. കോടതി അത് പലപ്പോഴും കൊടുക്കുന്നത് ഈ ജയിൽ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ്. അല്ലാത്തപ്പോൾ ബെയിൽ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു ഔദാര്യത്തിൻ്റെ പുറത്താണ് കോടതി സുപ്രീം കോടതി കാണിച്ച ഒരു മഹാമനസ്കതയെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ പല കോടതികളും അങ്ങനെ ചെയ്തു വരുന്നത്. അപ്പോൾ അത് വളരെ ലൈറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ കോടതി അങ്ങനെ ലൈറ്റായിട്ട് കൊടുക്കാനുള്ളതല്ല എന്നും കൂടെ ബോധ്യപ്പെടുത്തും. അതും ഉണ്ടായിട്ടുണ്ട്, അതും ഒരു പ്രശ്നമായിട്ടുണ്ട്. അപ്പം രണ്ട് വിധത്തിൽ അതിനെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാൾ വലിയൊരു പരാമർശം കോടതി നടത്തിയിരിക്കുന്നത് ഇത് ലോ കമ്മീഷൻ ഉൾപ്പെടെയുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇനി ഹേറ്റ് സ്പീച്ചും മറ്റു കാര്യങ്ങൾക്കും കൃത്യമായ ചില നിർദ്ദേശങ്ങളും നിയമങ്ങളും ഉണ്ടാവണമെന്നും പറഞ്ഞുകൂടെ പോയിരിക്കുകയാണ്. അപ്പോൾ അതിനെയും പിന്തുടർന്ന് ഇനി ആൾക്കാർ പോകും, ലോ കമ്മീഷനെ ഉൾപ്പെടെ സമീപിക്കും. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ വരണം. എനിക്ക് തോന്നുന്നത് ഇതൊരു വലിയ നിയമത്തിൻ്റെ പഠനത്തിനും നിയമത്തിൻ്റെ ഒരു പൊളിച്ചെഴുത്തിനും കൂടെ കാരണമാക്കും PC ജോർജിൻ്റെ ഈ വിഷയം. കാരണം ഭാവിയിൽ സെക്കുലറിസം, ഹെയ്റ്റ് സ്പീച്ച്, അത് അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു നിയമസംഹിതയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുന്ന വിധത്തിലേക്ക് PC ജോർജിൻ്റെ ഈ വിഷയം മാറിക്കൂടായികയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.